ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നലത്തെ മഴ അത് എത്രത്തോളം പൊടി പൊടിച്ചു എന്നറിയാൻ വേണ്ടി രാവിലെ തന്നെ എഴുന്നേറ്റു. നേരെ മുറ്റത്തേക്ക് ഇറങ്ങി ഒരു ഫോട്ടം പിടിച്ച് കളയാമെന്ന് കരുതിയാണ് എഴുന്നേറ്റത് തന്നെ. ആദ്യം കിട്ടിയത് തന്നെ ഒരു മഴത്തുള്ളി. പിന്നെ മാവിലെ കൈനോട്ടം. നിറയെ മാങ്ങകളുണ്ട്, പക്ഷേ കുറേ മാങ്ങകൾ താഴെ വീണ് കിടപ്പുണ്ട്. മഴയും കാറ്റും അതിശക്തമായിരുന്നു. എന്തായാലും എൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്ക് ഒന്നിറങ്ങി. അവിടെയും ഉണ്ട് കുറച്ച് പ്രശ്നങ്ങൾ. കണ്ടില്ലേ, നേരെ പുഴയിലേക്കായി എടുത്ത് നോട്ടം. പുഴ അങ്ങനെ ശാന്തമായി കിടപ്പുണ്ട്. കണ്ടില്ലേ, ചൂടടിക്കാതിരിക്കാൻ വെച്ചു കൊടുത്ത ഓലകളെല്ലാം മഴയും കാറ്റും തളർത്ത് താഴെ ഇട്ടു. എന്തായാലും അതെല്ലാം ഒന്ന് നേരെ കുത്തിവെച്ചേക്കാം എന്ന് കരുതി. അതിനിടയിൽ നിറയെ പുല്ലുകളും കിളിച്ചു നിൽപ്പുണ്ട്. അതെല്ലാം ഒന്ന് പറിച്ചു കൊടുത്തു. അങ്ങനെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കേട്ടോ. പിന്നെ നേരെ കുക്കുംബർ ചെടിയിലേക്കായി നോട്ടം. 2 കുക്കുംബറേ ഉള്ളായിരുന്നു. അതും മഴ കൊണ്ടുപോയോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. അതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. തക്കാളി അതൊന്ന് ചാഞ്ഞ് നിൽപ്പുണ്ട്. അതിനൊരു കമ്പ് വെച്ച് കൊടുക്കാം എന്ന് കരുതി. അല്ലേ അടുത്ത മഴയ്ക്ക് അത് ഡിമ്മെന്ന് പറഞ്ഞിട്ട് താഴെ കിടക്കും. പൂക്കളൊക്കെ നല്ല പോലെ വിടർന്ന് നിൽപ്പുണ്ട്. അടുത്ത തക്കാളി അവനും ചാഞ്ഞ് നിൽക്കുമായിരുന്നു. അവനും കൊടുത്തൊരു കമ്പ്. കുറച്ചധികം തക്കാളി മേടിച്ചതിൽ ആകെ ഒരു 2 തക്കാളി മാത്രമാണ് നല്ല പോലെ വളർന്നത്. ബാക്കി കുറേ പച്ചക്കറികളുണ്ട്, അതെല്ലാം വളർന്ന് നിൽപ്പുണ്ട്. കാണുന്നില്ലേ വെണ്ടയ്ക്ക? ഈ വെണ്ടച്ചെടിയിൽ ഒരൊറ്റ ഇല പോലും ഇല്ല, പക്ഷെ വെണ്ടയ്ക്ക ഉണ്ട്. കുക്കുംബർ ചെടിയിൽ പിന്നീട് നോക്കിയപ്പോഴാണ് കണ്ടത് അതിൽ പൂവിട്ടിരിക്കുന്നു. ഉടനെ തന്നെ കായ്ഫലം കിട്ടുമെന്ന് കരുതാം. പിന്നീട് പറമ്പിലേക്കായി നോട്ടം. ഇന്നലത്തെ മഴ അടിപൊളി, നല്ല വൃത്തിയാക്കൽ പരിപാടിയുണ്ട്. കുറേ നാളെ ഒരു താമര, ഒരു രക്ഷയില്ല. ഇതിൽ പൂവിന് കിളിക്കുമെന്ന് തോന്നുന്നില്ല. ഇവനെ ഒന്ന് മാറ്റി പിടിക്കണം. വെള്ളം നല്ലപോലെ തെളിഞ്ഞു കിടപ്പുണ്ട്. പിന്നീട് കോഴിമക്കളുടെ അടുത്തേക്കായി യാത്ര. കോഴിമക്കൾക്ക് രാവിലെ തീറ്റ കൊടുത്തായിരുന്നു. ഒരെണ്ണം അതിനകത്ത് കയറി നിന്നാണ് കഴിക്കുന്നത്. പിന്നീട് നേരെ വെച്ച് പിടിച്ച അടുക്കളയിലേക്ക്. രാവിലെ അവിടെ അരിയിടൽ പരിപാടിയാണ്. തീ കത്തണില്ല, ഒരു വിധത്തിൽ തീ കത്തി. പേരയ്ക്ക അതും കണ്ടങ്ങനെ ഒരു ചായയും കുടിച്ച് വീണ്ടും പച്ചക്കറി തോട്ടത്തിലേക്ക്. പാവൽ നല്ല പോലെ വളർന്നു വരുന്നുണ്ട്. അവനും കൊടുക്കണം ഒരു വള്ളി. മുമ്പേ വെച്ച് കൊടുത്ത ഓലയെല്ലാം വീണ്ടും താഴെ വീണു. കോഴിമക്കളെ വീണ്ടും ഒന്ന് കാണാമെന്ന് കരുതി അങ്ങനെ നടന്നപ്പോൾ ഒരു കപ്പ കിട്ടി. കണ്ടില്ലേ, വള്ളി പോലെ പടർന്ന് പന്തലിച്ച് കിടക്കുമായിരുന്നു കപ്പ. ഒരെണ്ണം ഇനി വലിച്ചു പറിച്ചു. പിന്നീട് നേരെ മിക്കിയുടെ അടുത്തേക്കായി പോക്ക്. മിക്കി അവിടെ രാവിലെ നമുക്ക് നല്ല ഫോട്ടോഷൂട്ടിനുള്ള പോസ് വന്നു. പിന്നീട് ചെമ്പരത്തി ചെടി ഉണ്ടായിരുന്നു. ഇതിന് ഞാൻ ഇരട്ടച്ചെമ്പരത്തി എന്നാണ് പേര്. ആർക്കെങ്കിലും ഇതിൻ്റെ ശരിയായ പേരറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണം. ഈ കാണുന്ന ചേമ്പ്, ഇത് കറിയോ തോരനോ എന്ത് വേണമെങ്കിലും വെക്കാം. പക്ഷേ ഞങ്ങളിവിടെ ഉപയോഗിക്കാറില്ല. ഇങ്ങനെ ഷോയ്ക്ക് നിർത്തിയേക്കും. ഇവിടെ ഒരു കൂവളമുണ്ട്. ആ കൂവളത്തിൽ നിന്ന് വീണ് കിടക്കുന്ന കാ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. അത്രയും ഉണ്ട് കാ. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണമെന്ന് കരുതിയിരിക്കുകയാണ്. എന്നാണാവോ വൃത്തിയാക്കാൻ പറ്റുന്നത്. ഇത് കണ്ടില്ലേ, വലിയ കൂവളമാണ്. പ്ലാവിലൊക്കെ ഇഷ്ടം പോലെ ചക്ക കായ്ച്ച് കിടപ്പുണ്ട്, പക്ഷെ എല്ലാം മുകളിലാണ്. വീണ്ടും അടുക്കള ഭാഗത്തേക്കായി. അവിടെ നിന്ന് പുഴയെ കാണാൻ നല്ല ഭംഗിയാണ്.
എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാക്കാം ബാക്കി കഥകൾ. അതും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേ ഒരു ജീവി. പിന്നീട് കോഴിക്കൂടിനടുത്തേക്ക് പോയത് കോഴികൾ ആരോ ഒരാൾ ഒരു മുട്ടയിട്ട് വെച്ചിരിക്കും. ഞാൻ കുറച്ച് നേരം അതിനെ ഇങ്ങനെ നോക്കിയത്. അതിനെയും കൊത്തി പൊട്ടിക്കണ്ടെന്ന് കരുതി പെട്ടെന്ന് ആ മുട്ട എടുത്ത്. പിന്നെ ഉച്ചക്കത്തേക്ക് കുറച്ച് കക്ക കിട്ടി. അത് നല്ല ഫ്രൈ ആക്കി ചോറ് കഴിക്കാമെന്ന് കരുതി. അടുത്തൊരു ഊണിൻ്റെ സമയമാകുമ്പോഴേക്കും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബായ്.